സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകളും കമൻറ്റും വരാറുണ്ട്. ഈ സ്പൈൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിസ്ക് ബൾജ്, കഴുത്ത് വേദന, മുട്ടുവേദനയൊക്കെ ഓപ്പറേഷൻ ഇല്ലാതെ ആയുർവേദം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതിനുത്തരം പറയാൻ നമുക്കൊരു 1897 പോകാം. 1897 എൻ്റെ മുതുമുത്തശ്ശൻ ശ്രീ തലാപ്പള്ളി കൃഷ്ണൻ വൈദ്യൻ ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഈ വീട്ടിൽ വൈദ്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഒരുപാട് ദൂരം കാൽനടയായും കിടപ്പിലായവരെ മഞ്ചലിലേറ്റിയൊക്കെയാണ് അന്ന് കൊണ്ടുവന്നിരുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു മഞ്ചലിന്റെ തണ്ടാണ് ഈ കാണുന്നത്. അന്ന് ഹോസ്പിറ്റലില്ല, വലിയ ഫ്ലെക്സ് ബോർഡുകളില്ല, കുറച്ച് മരുന്നുകളും താളിയോല ഗ്രന്ഥങ്ങളും അതുപോലെ വരുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കുന്നത് തന്റെ കടമയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വൈദ്യനും. അതിനുശേഷം അടുത്ത തലമുറയായി എൻ്റെ അച്ചാച്ചൻ തലാപ്പള്ളി രാമൻകുട്ടി വൈദ്യരും അദ്ദേഹത്തിന്റെ അനിയൻ ഡോക്ടർ ടി.കെ. ഉണ്ണിയും ഈ പാരമ്പര്യം ഏറ്റെടുത്തു. തലാപ്പള്ളി രാമൻകുട്ടി വൈദ്യരുടെ കീഴിൽ ഈ വീട് ഒരു ഗുരുകുലമായി മാറി. കുറെ ആൾക്കാർ ഇവിടെ താമസിച്ച് ഗുരുവിന്റെ അടുത്ത് നിന്ന് വൈദ്യം പഠിക്കാനും അവർ പഠിച്ചിരുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും മാത്രമല്ല പേഷ്യൻസിന്റെ അടുത്ത് നിന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണെന്ന് അവർ നേടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അനിയൻ ഡോക്ടർ ടി.കെ. ഉണ്ണി BSc അതിനുശേഷം MBBS എടുത്തതിന് ശേഷം മെഡിക്കൽ ഓഫീസറായി പ്രാക്ടീസ് ചെയ്ത് DM ആയിട്ട് റിട്ടയർ ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ ആദ്യത്തെ വാസക്ടമി സർജറി ചെയ്തത് ഡോക്ടർ ടി.കെ. ഉണ്ണിയാണ്. അതിനുശേഷം മൂന്നാം തലമുറയായി എൻ്റെ അച്ഛൻ ഡോക്ടർ ടി. കൃഷ്ണമോഹൻ ഷൊർണൂർ ആയുർവേദ സമാജത്തിൽ നിന്ന് DAM പാസ്സായതിനു ശേഷം ഈ പാരമ്പര്യത്തിന് ഒരു കാലാനുസൃതമായി മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു മെഡിസിൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് 1982 സ്ഥാപിക്കുകയുണ്ടായി. അന്ന് അച്ഛൻ വാങ്ങിച്ചു വെച്ച അതേ മെഷീനറീസ് ആണ് ഇന്നും ഞങ്ങൾ മാനുഫാക്ചറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. 1999 അച്ഛൻ ചെറുപ്പശ്ശേരി ഹൈസ്കൂളിൻ്റെ അടുത്ത് ഒരു തലാപ്പള്ളി ഫാർമസി ആൻഡ് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പേഷ്യൻസിനൊക്കെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം അവിടെ ചെയ്തിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 2008 ഓഗസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എനിക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചത് ഒരു സ്ഥാപനം മാത്രമായിരുന്നില്ല. ഒരുപാട് പ്രതീക്ഷകളും ഒരു സംസ്കാരവും അതുപോലെ എത്തിക്സിനൊന്നും കോംപ്രമൈസ് ചെയ്യരുത് എന്നൊരു ദൃഢനിശ്ചയം കൂടിയായിരുന്നു. മർമ്മശാസ്ത്രത്തിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാനിവിടെ നാട്ടിലുള്ള പല വൈദ്യന്മാരുടെ അടുത്തും ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് മർമ്മം പഠിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള വന്നിട്ടുള്ള നല്ല ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് കുറേ ട്രെയിനിങ് പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഈ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ എല്ലാം തന്നെ ഒരു എസൻസ് എടുത്തുകൊണ്ട് ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പൈൻ ആൻഡ് ജോയിന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ആയുർവേദത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യെസ്. കാരണം ഞാനത് എൻ്റെ സ്വന്തം പ്രാക്ടീസിൽ നിന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ഒരു പൈതൃകത്തിനെ നിലനിർത്തിയ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെയാണ് തലാപ്പള്ളി ആയുർവേദ ഹോസ്പിറ്റൽ. 4 തലമുറകൾ, ഒരു പൈതൃകം, ഒരേ ഒരു ലക്ഷ്യം, ധാർമ്മികതയോടുകൂടിയ ഫലപ്രദമായ ആതുര സേവനം.